നമസ്കാരം. എല്ലാവർക്കും ഓഫാമിലേക്ക് സ്വാഗതം. ജൈവ കർഷകരെ പരിചയപ്പെടുത്തുന്ന പങ്ക്തിയാണ്. ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ഹൈസ്കൂൾ അധ്യാപകനും MG യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സിൽ എൻ്റെ സഹപാഠി കൂടിയായ ശ്രീ സെബാസ്റ്റ്യൻ സാറാണ്. 10 സെൻറ്റ് വരുന്ന അദ്ദേഹത്തിൻ്റെ വീടും പുരയിടവും പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ ഔഷധ സസ്യങ്ങളും ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിച്ച് ഒപ്പം മൊബൈൽ ടവറുകളിൽ നിന്നും വരുന്ന അതിപ്രസരണങ്ങൾ വഴി ഉണ്ടാകുന്ന റേഡിയേഷൻ ഏതാണ്ട് 90% തടഞ്ഞ് തൻ്റെ വീടും പരിസരവും റേഡിയേഷൻ രഹിത ഭൂമിയാക്കി മാറ്റി സർവ്വജീവജാലങ്ങൾക്കും സർവസ്വതന്ത്രമായി വിഹരിക്കാൻ പാകത്തിനാക്കുന്ന അന്തരീക്ഷം സൃഷ്ടിച്ച് തൻ്റെ തേനീച്ചകളും വൻതേനീച്ചകളും സമൃദ്ധമായി അവിടെ വിഹരിച്ച് ഒപ്പം പൂമ്പാറ്റകളും ചെറുകിളികളുമെല്ലാം കൂട്ടമായി താമസിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് ഔഷധ സസ്യങ്ങളും ഫലവൃക്ഷങ്ങളും പരിപാലിച്ച് തൻ്റെ വീടിനെയും പരിസരത്തെയും സംരക്ഷിച്ച് നമുക്കെല്ലാം മാതൃകയായി കൃഷി ചെയ്യുന്ന ഒരു ജൈവ കർഷകനെയാണ് നമുക്കിന്നിവിടെ കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തെ ഓഫാമിലേക്ക് വിനയപുരസ്സരം ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മൾ പ്ലാസ്റ്റിക് പൊതുവെ ശത്രുവാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗമില്ലാതെ ഒരു കുരുവിനെ എങ്ങനെ കിളിപ്പിച്ചെടുക്കാം? സാധാരണ എല്ലാ ചെടികളും പിടിച്ചു കഴിഞ്ഞാൽ പറിച്ചു മാറ്റാൻ ഇഷ്ടപ്പെടുന്നവയല്ല, കാരണം അതിന്റെ വേര് പൊട്ടിപ്പോകും. അപ്പോൾ വേര് പൊട്ടിപ്പോകാതെ പ്ലാസ്റ്റിക്കിനാണ് നമ്മൾ നടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ആ പ്ലാസ്റ്റിക് കിറ്റ് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ചെടി പൊക്കിയെടുക്കുമ്പോൾ അതിന്റെ 4 വേര് പടലങ്ങളൊക്കെ പോകും. അപ്പം അതുകൊണ്ടൊരു ഞാനൊരു പുതിയ സാധനം പരിചയപ്പെടുത്തുന്നത്, നമ്മുടെ വീട്ടിലെ പ്ലാവില, വീതിയുള്ള ഏതലയും പ്ലാവില, ആഞ്ഞിലിയില, ചാമ്പയില, ഇതേപോലത്തെ ഇല എടുത്തിട്ട് ഒരു ഈർക്കിലുകൊണ്ട് ഇങ്ങനെ കഞ്ഞി കുടിക്കുന്ന പ്ലാവില കുത്തും പോലെ കുത്തിയെടുക്കുക. അതിലേക്ക് നമ്മൾ കമ്പോസ്റ്റ് നിറച്ച മണ്ണ്, ഈറം മണ്ണ് അങ്ങോട്ട് വെക്കുക. അതിലേക്ക് കുരു കുത്തിക്കഴിഞ്ഞാൽ കിളുത്ത് വരും. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുഴിയിലേക്ക് ഇത് അങ്ങനെ തന്നെ അങ്ങ് വെച്ച് കൊടുത്തേച്ചാൽ മതി. അതിൻ്റെ ഒരു വേരിന് ഒരു കേട് വരാതെ നമുക്ക് സംരക്ഷിക്കാം. അങ്ങനെയാണ് ഞാനൊരു കുരുവിനെ കിളിർപ്പിച്ചെടുക്കുന്നത്. പിന്നെ അടുത്ത ഘട്ടം പറയണത്, ഇവന് ആവശ്യമായിട്ടുള്ള വളക്കൂറുകളെല്ലാം ഇങ്ങനെ പല ജൈവ കർഷകരിൽ നിന്ന് നമുക്ക് എന്ത് മണ്ണിന്റെ വളത്തെക്കുറിച്ചും pH-നെ കുറിച്ചൊക്കെ അറിയാം. അതിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. പിന്നെ നമ്മൾ ഇതിനകത്ത് നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതിനെ ആക്രമിക്കുന്ന കീടങ്ങളാണ്. ഈ കീടങ്ങളെ എങ്ങനെ അകറ്റാം എന്നതിന് ഞാൻ കണ്ടെത്തിയ ഒരു മാർഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ഔഷധ സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കണം. ഇവിടെ കുറെ ഔഷധ സസ്യങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ മനുഷ്യൻ പണ്ട് ഔഷധ സസ്യങ്ങളാണ് എന്തിനു ഉപയോഗിച്ചിരുന്നത്? രോഗനിവാരണത്തിന് ഉപയോഗിച്ചിരുന്നത്. ഈ ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ കീടനിവാരണവും നടത്തുന്നത്. ഇപ്പം ഓറഞ്ച് വണ്ടിനെതിരായിട്ട് നമുക്ക് കിരിയാത്ത്, കാഞ്ഞിരയില, നാറ്റപ്പൂച്ചെടി, ദുർഗന്ധം ഉണ്ടാക്കുന്ന ഏതലയും കയ്പരസം ഉണ്ടാക്കുന്ന ഏതലയും ഷഡ്പദങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. ഷഡ്പദങ്ങൾ മണം പിടിച്ചിട്ടാണ് ഒരു ചെടിയുടെ അടുത്ത് വരുന്നത്. അപ്പൊ ആ ചെടിക്ക് ഇപ്പൊ പയറിനെ ആക്രമിക്കുന്ന ഷഡ്പദങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതെങ്ങനെയാണ് പറയുന്നത്? പയർ ചെടി അവരുണ്ടെന്ന് അതിന്റെ മണം പിടിച്ചാണ് അവർ പറയണത്. അപ്പൊ ആ മണം ഇല്ലാതാക്കി കളയുന്ന ഇപ്പൊ അരൂതയുടെ ഇല വെള്ളത്തിലിട്ട് ആ നീരെടുത്താണ് ഇതിനെ അടിക്കുകയാണെങ്കിൽ ദുർഗന്ധം കൊണ്ട് അവർ വരത്തില്ല. അപ്പൊ ഈ മണം ഇല്ലാതാക്കി കളയുക. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ പറമ്പിൽ അത്യാവശ്യം വേണ്ട ഞാൻ ചെയ്തിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കീടനാശിനിയും മേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ വിവിധ തരം ഔഷധസസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുക. എന്നിട്ട് ഓരോ ദിവസവും ഓരോ ആഴ്ചയിലും ഓരോ ഔഷധസസ്യം എടുത്തിട്ട് അതിന്റെ ഇല എടുത്ത് വെള്ളത്തിലിടുക. 3 ദിവസത്തേക്ക് വെള്ളത്തിലിടുക. അത് കഴിയുമ്പോൾ അത് കൈകൊണ്ട് നല്ലപോലെ ഞവടി പിഴിഞ്ഞ് ആ നീരെടുത്ത് എല്ലാ ദിവസവും ഒന്ന് സ്പ്രേ ചെയ്തേക്കുക. സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ഷഡ്പദങ്ങൾ ഇങ്ങോട്ട് വരത്തില്ല, കീടങ്ങൾ ഇതിനെ ചുറ്റി വരത്തില്ല. പിന്നെ ഒരു നിസ്സാര സാധനം ഞാൻ പറയുന്നത്, കൊല്ലുന്നത് ഷഡ്പദങ്ങളെ കൊല്ലുന്നു. ഒരു ലോകത്തിലെ ഒരു ജീവജാലങ്ങളെ നമുക്ക് കൊല്ലാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? കീടനാശിനി അടിച്ച് ഒരു ജീവിയെ കൊല്ലാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുമില്ല. പക്ഷെ അവരെന്ത് ചെയ്യരുത്? എന്റെ ചെടികളെ അവർ ആക്രമിക്കരുത്. ആക്രമിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? അവരെ ഇവിടുന്ന് അകറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ആരെയും കൊല്ലാതെ എല്ലാരെയും സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമാണ് ഇവിടെ നമ്മൾ അവലംബിക്കേണ്ടത്. അപ്പൊ ഷഡ്പദമാണെന്ന് നമുക്ക് ഈ ലോകത്ത് ശത്രുവായിട്ട് ഈശ്വരൻ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. എല്ലാം മിത്രങ്ങളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ചില ശത്രുക്കളെന്ന് നമുക്ക് തോന്നുന്നവരെ അകറ്റാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഇത്. പിന്നെ നമുക്കൊരു ഉദാഹരണം പറഞ്ഞു തരണം. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്നത് കായീച്ചയാണ്. അപ്പൊ കായീച്ചയെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വീട്ടിൽ വളരുന്ന കൃഷ്ണ തുളസി എടുത്തിട്ട് ഒരു പിടി എടുത്ത് അത് തിരുമ്മി ഒരു പ്ലാസ്റ്റിക് കുപ്പിടത്ത് ഇട്ട് കൊടുത്ത്
കാഴ്ച എല്ലാം വന്ന് ആൺവർഗത്തിൽപ്പെട്ടതാണോ പെൺവർഗത്തിൽപ്പെട്ടാണെന്ന് എനിക്കറിയത്തില്ല. ഏതോ ഒരു വർഗത്തിൽപ്പെട്ടത് വ്യാപകമായിട്ട് അതിനകത്ത് വന്നിരിക്കുന്നത് ഇത് കാണാനായിട്ട് പറ്റും. അപ്പൊ കൊല്ലുന്നത് തെറ്റാണല്ലോ. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ കൊല്ലണ്ട, വേറൊരു സ്ഥലത്ത് കൊണ്ട് അതിനെ അങ്ങോട്ട് തുറന്നു വിട്ടുകൊടുത്തേക്ക്. അപ്പൊ കൊല്ലുന്നതിന് ഞാനും ഇതിലാണ്. ഞാനിവര് കൂടുതൽ വരുമ്പോൾ ഇവരെ ഞാൻ പിടിച്ചിട്ട് എന്ത് ചെയ്യും, അങ്ങ് വിജനമായ ഒരു സ്ഥലത്ത് കൊണ്ട് അവരങ്ങ് തുറന്നങ്ങോട്ട് വിട്ടുകൊടുത്തേക്കും. അപ്പൊ അവര് നമ്മളെ ഉപദ്രവിക്കുന്നുമില്ല, നമ്മുടെ സ്ഥലത്തേക്ക് അവര് വരുന്നുമില്ല. നമ്മളെവിടെയൊക്കെ യാത്ര പോകുന്നവരല്ലേ. അപ്പം ഇപ്പം നമ്മുടെ വീട്ടിലൊരു പപ്പായ നമ്മൾ മുറിച്ച് അതിന്റെ കുരു നമ്മുടെ കയ്യിലുണ്ട്. അപ്പം നമ്മൾ ഈ കീടം എന്ന് വെച്ചാൽ കായ്ച്ചെ തുറന്നു വിടുന്നതോടൊപ്പം ആ പ്രദേശത്തേക്ക് നമ്മുടെ കയ്യിലുള്ള കുരുവും വെതറിയിട്ട് ഇങ്ങോട്ട് പോകും. ഇതൊക്കെയാണ് നമുക്ക് ഭൂമിക്ക് ചെയ്യാവുന്ന ഉപകാരം. ഇവിടെ ഞാൻ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ലഭ്യമായിട്ടുള്ള എൻ്റെ ഈ 10 സെന്റ് ഭൂമിയിൽ എനിക്ക് പിടിപ്പിക്കാവുന്ന അത്രയും ഔഷധസ്യങ്ങൾ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. അയമോദക തുളസി, ഇത് കർപ്പൂര തുളസി, കൃഷ്ണ തുളസി, രാമ തുളസി, പിന്നെ നാഗദന്തി നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ചെടിയാണ് വിഷപ്പച്ച. വിഷപ്പച്ച എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് എട്ടുകാല് കടിച്ചു, പഴതാര കുത്തി, തേള് കുത്തി, ഇങ്ങനെ ഒരു സാധനം ഉണ്ടാകുമ്പോൾ ഒന്ന് പാമ്പ് കടിച്ചു എന്ന് തന്നെ വിചാരിക്കുക. നമ്മൾ എമർജൻസി ആയിട്ട് ചെയ്യേണ്ടത് വിഷപ്പച്ചയുടെ ഒരു 4-5 ഇല എടുത്ത് ഉടനെ ചവച്ച് തിന്നണം. കാരണം വിഷാംശം, അതിനുശേഷം നമ്മൾ ഡോക്ടറെ കാണണം. ഇപ്പോൾ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ് വിഷപ്പച്ച നിന്നിരിക്കരുത്. ഒരു ഫസ്റ്റ് എയ്ഡാണ് വിഷപ്പച്ച. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളെല്ലാവരും പെർഫ്യൂം ഉപയോഗിക്കുന്നവരാണ്. പെർഫ്യൂം ഉപയോഗിക്കുന്നതിനാണ് നമുക്ക് സുഗന്ധം കിട്ടുക. പ്രകൃതി നമുക്കൊരു പെർഫ്യൂം തന്നിട്ടുണ്ട്. ഈ ചിറ്റരത്തയുടെ ഒരു ചെറിയ കഷ്ണം ഇലയെടുത്ത് നമ്മുടെ ഷർട്ടിൽ തേച്ച് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വന്നിട്ട് അതിന്റെ സുഗന്ധം, നാച്ചുറൽ സുഗന്ധം നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കും. നമ്മുടെ വീട്ടിൽ പാമ്പ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രയോഗിക്കുന്ന ഒരു സാധനമാണ് അണലിവേഗം. ഈ അണലിവേഗം നട്ടെടുത്ത് ഇതിന്റെ പൂവ് പാമ്പിന് പൂട്ടുകാലത്ത് പാമ്പിന്റെ തലയിൽ വീണാൽ പാമ്പ് മയങ്ങിപ്പോകുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതുകൊണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ്, നിങ്ങളെല്ലാവരും ഈ ശംഖുപുഷ്പം കണ്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധമാണ് വെള്ള ശംഖുപുഷ്പം. കുട്ടികൾക്ക് വിരശല്യം ഉണ്ടാകാതിരിക്കാനും നമ്മുടെ വീട്ടിൽ ശംഖുപുഷ്പത്തിൻ്റെ ടേസ്റ്റുള്ള ജ്യൂസ് ഉണ്ടാക്കാനും ഇത് ഉപകാരപ്പെടും. ഇതിൻ്റെ വേര് കുട്ടികൾക്ക് ജനിച്ചു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾക്ക് അതിൻ്റെ വേരെടുത്ത് അരച്ചു കൊടുക്കുന്നത് വിരശല്യത്തിനും ഈ ഭൂമിയിലുള്ള ലോഹങ്ങളൊക്കെ കുട്ടികളുടെ ശരീരത്തിന് ചെല്ലാനും, പണ്ട് തേനും വയമ്പ് കൊടുക്കുന്നത് പോലെ ഒരു പ്രധാനപ്പെട്ട ഔഷധമാണ് വെള്ള ശംഖുപുഷ്പത്തിൻ്റെ വേര്. ഇനി മനുഷ്യർക്ക് വയറ് കൂടിക്കഴിഞ്ഞാൽ, കുടവയറുണ്ടാകുമ്പോൾ പണ്ട് കൊടുത്തിരുന്ന ഒരു ഔഷധമാണ് കോഴിമുള്ള്. ഇത് കാവുകളിൽ മാത്രമേ കാണുകയുള്ളൂ. ഇതിൻ്റെ വേരെടുത്ത് തിളപ്പിച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അമിതമായിട്ടുണ്ടാകുന്ന വയറ് വീർക്കലിന് ശമനം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 10-20 വർഷമായിട്ട് കേരളം അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് റേഡിയേഷൻ. ഒരു വാർഡിൽ തന്നെ പല ഭാഗത്തായിട്ട് മനുഷ്യർ ഒത്തുകൂടുന്ന പല പ്രദേശങ്ങളും ഉണ്ട്. മൊബൈൽ ടവറുകളുണ്ട്. ഈ ടവറിൻ്റെ ഹൈ റേഡിയേഷൻ, ഈ റേഡിയേഷനിൽ നിന്ന് മനുഷ്യർക്ക് മാത്രമല്ല ഇവിടുത്തെ സസ്യലതാദികൾക്കും പക്ഷിമൃഗാദികൾക്കും ഒക്കെ ഒന്നും രക്ഷയില്ല. അപ്പോൾ ഈ എൻ്റെ വായന അറിവിൽ നിന്നോ ഏതോ ഗുരുക്കന്മാരുടെ വായിൽ നിന്നോ എനിക്ക് കിട്ടിയൊരു അറിവാണ് രക്തചന്ദനം വെച്ച് പിടിപ്പിച്ചാൽ റേഡിയേഷനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം എന്നുള്ളത്. ഞാനങ്ങനെ ഒരു രക്തചന്ദനം 15 വർഷത്തിന് മുന്നേ ഇവിടെ എൻ്റെ പറമ്പിൽ നട്ടുപിടിപ്പിച്ചു. ഇപ്പോഴതിന് സാമാന്യ വണ്ണമുണ്ട്. അത് എൻ്റെ വീടിൻ്റെ പറമ്പിൽ അങ്ങനെ വിശാലമായി പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ടൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വീട്ടിൽ വന്നു കയറുന്ന എല്ലാവർക്കും റേഞ്ച് ഉണ്ടാവില്ല. ഫോൺ വന്നാൽ വീട്ടിനകത്തിരുന്ന് എടുക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് റേഞ്ച് ഇല്ല. അതുകൊണ്ട് അവർ ചാടി പുറത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നാലും ഇവിടെ റേഞ്ച് കിട്ടില്ല. പക്ഷേ ഒരു 15 മീറ്റർ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ, 10-15 മീറ്റർ ദൂരത്തൊക്കെ മാറിക്കഴിഞ്ഞാൽ അവർക്ക് ഫുൾ റേഞ്ച് കിട്ടും. അതിനർത്ഥം നമുക്ക് സ്വസ്ഥമായ ജീവിതത്തിന്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും ഇവിടെ ഈ പറമ്പിൽ വന്നു പോകുന്ന, ഞാൻ 10 സെൻറ്റ് സ്ഥലത്തെ താമസക്കാരനാണ്, ഈ പറമ്പിൽ വന്നു പോകുന്ന പക്ഷിമൃഗാദികളെയെങ്കിലും റേഡിയേഷനിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് എന്നെക്കൊണ്ട് ഈ ഒരു ഒറ്റ വൃക്ഷം എന്നെ സഹായിക്കുന്നു എന്നുള്ളതാണ് സത്യം. മറ്റൊന്ന്, ഈ ഔഷധസസ്യങ്ങൾ കാലങ്ങളായിട്ട് നമ്മുടെ പുരാതന മനുഷ്യർ അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ എന്തിനാണ് ഉപയോഗിച്ചിരുന്നത്? അവരുടെ രോഗനിവാരണത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. എന്തുകൊണ്ട് ഞാനിപ്പോഴും ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പം നമ്മൾ രോഗനിവാരണത്തിന് ഔഷധസ്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളെ പുച്ഛിക്കും. കാരണം മെഡിക്കൽ സയൻസ് ഇത്രയും വളർന്ന കാലഘട്ടത്തിൽ രോഗനിവാരണത്തിന് ഔഷധസ്യങ്ങൾ നമുക്ക് ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പുച്ഛമാണ്. പക്ഷേ അതിൻ്റെ പിന്നിലൊരു സത്യം കൂടെ ഉണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഔഷധസ്യങ്ങൾ എന്നെക്കൊണ്ട് ചിന്തിപ്പിച്ചത്, എന്തുകൊണ്ട് ഈ ചെടികൾക്കുണ്ടാകുന്ന രോഗങ്ങളെ ചികിത്സിക്കാനായി ഔഷധസ്യങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ? അരൂത, വെള്ള ശംഖുപുഷ്പം, ചിറ്റരത്ത, വിഷപ്പച്ച, അയ്യപ്പാന, കൃഷ്ണകിരീടം, കർപ്പൂര തുളസി, അയമോദക തുളസി, കിളിഞ്ഞാവൽ, നീല ഉമ്മം, കോഴിമുള്ള്, പെരിസ്കിയ ഒരു പഴവർഗ്ഗം കൂടിയാണ്.
കമ്പിപ്പാല, നാഗമൂലി, കരിങ്കുറിഞ്ഞി, പാൽപ്പഴം, മിൽക്ക് ഫ്രൂട്ട്, കോക്കം ഫ്രൂട്ട്, പാഷൻ ഫ്രൂട്ട്, കാപ്പി, മൽബറി, ഗാബ് ഫ്രൂട്ട്, മിറാക്കിൾ ഫ്രൂട്ട്, വെർമി ഗ്രേപ്പ്, പ്ലം, മുള്ളാത്ത, സീതപ്പഴം, രാമച്ചം, മഞ്ഞൾ, അകത്തിച്ചീര, പീനട്ട് ബട്ടർ, ഇഞ്ചി, രംഭ, ബറാബ ഒരു പഴവർഗ്ഗമാണ്, ഇഞ്ചപ്പുല്ല്, ആടലോടകം, ഇരുവേലി, അയൺ ചെടി, തുളസി വെറ്റില, ആഫ്രിക്കൻ പിസ്ത, തിപ്പലി, നീല അമരി, ഒടിച്ചുകുത്തി നാരകം, കറിനാരങ്ങ, വാതക്കൊടി, നെല്ലിപ്പുളി, ചെമ്മിപ്പുളി, ബ്രഹ്മി, വൻകടലാടി, സോമലത, പവിഴമല്ലി, ചിറ്റമൃത്, ഡച്ച് ബെൽ, യെസ്റ്റർഡേ, ടുഡേ, ടുമാറോ, ഇലന്തപ്പഴം, രക്തചന്ദനം, എല്ല് ഒടിയൻ, മംഗോസ്റ്റിൻ, വയമ്പ്, മുക്കൂറ്റി, വള്ളി ഉഴിഞ്ഞ, തേയില, കായാമ്പു, കയ്യുണ്യം അല്ലെങ്കിൽ കയ്യോന്നി, കൊടകൻ, ചതകുപ്പ, കൃഷ്ണതുളസി, ഇൻസുലിൻ ചെടി, തുമ്പ, കിലുക്കിച്ചെടി ശലഭങ്ങൾ ആകർഷിക്കാനാണ്, മന്ദാരം, പുളിയാറില, പനിക്കൂർക്ക, രാമതുളസി, ഏലം, ചെത്തി പൂക്കൾ പല നിറത്തിലാണ് കേട്ടോ, കരിമഞ്ഞൾ, മത്തൻ, മുരിങ്ങ, അർജുനക്കൊടി, കബോധ പുഷ്പം, തക്കാളി മുളക്, ചെമ്പരത്തി, അണലിവേഗം, ആപ്പിൾ പേര, കറുവ, മുറികൂടി, കിരിയാത്ത്, പുഷ്കരമുല്ല, ചീരച്ചേമ്പ്, ചൈനീസ് പനിക്കൂർക്ക, ചങ്ങലമ്പരണ്ട, ആപ്പിൾ ചാമ്പ, വയൽച്ചുള്ളി, ശതാവരി, നിലപ്പന, പുലിച്ചുവടി, നിലമ്പാല, വൻ തേനീച്ച. ഇതൊക്കെ കൂടാതെ ഒരു കാസർഗോഡ് കുള്ളനെയും ഇവിടെ സംരക്ഷിച്ചു വരുന്നു. ഇത്രയും നേരം വളരെ സരളമായി വിഷയം അവതരിപ്പിക്കുകയും അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ഒപ്പം പ്രകൃതിക്ക് അനുകൂലമായ രീതിയിൽ എങ്ങനെ ഒരു വിത്ത് കിളിപ്പിച്ചെടുക്കും എന്നുള്ള അദ്ദേഹത്തിൻ്റെ അറിവ് നമുക്ക് പകർന്നു തരികയും അതുകൂടാതെ രക്തചന്ദനം, മറ്റ് ഔഷധ സസ്യങ്ങൾ നമ്മുടെ വീടിനും പരിസര പ്രദേശത്തും നട്ടുപിടിപ്പിച്ചാൽ റേഡിയേഷനിൽ നിന്നും ഒരു പരിധിവരെ നമ്മുടെ പരിസരം സംരക്ഷിക്കാം എന്ന ഒരു പുതിയ അറിവും നമുക്ക് തന്ന് ഇന്നത്തെ ഈ കൂടിക്കാഴ്ച വളരെ സമ്പുഷ്ടമാക്കി തീർത്ത ശ്രീ സെബാസ്റ്റ്യൻ സാറിനോടുള്ള ഓഫാമിൻ്റെ നന്ദിയും കടപ്പാടും ഇവിടെ അറിയിച്ചുകൊള്ളുന്നു. ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം.